ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ലൊരു ചായയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും അതുപോലെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഇഞ്ചി ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ചായയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പിലോ ഗ്ലാസ്സിലോ ഏതിൽ വേണമെങ്കിലും വെള്ളം അളന്നെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 1.5 ഇഞ്ചൊക്കെ വലിപ്പം വരുന്ന ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ചേർക്കാം. നമ്മളിപ്പോൾ ഇതുപോലെ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ഇഞ്ചി ചതയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ചതച്ചെടുത്താൽ മാത്രം മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഏലക്കായ ചതച്ചിട്ട് അതും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഏലക്കായ ചേർക്കണം നിർബന്ധമില്ല, ഇഞ്ചി മാത്രമായാലും മതി. ഏലക്കായും കൂടി ചേർക്കുമ്പോൾ ചായക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകോ ഗ്രാമ്പുവോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സ്പൈസസ് വേണമെങ്കിൽ അതും ചേർക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതൊരു 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആ ഇഞ്ചിയുടെയും ഏലക്കായുടെയും ഫ്ലേവർ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് അത് നന്നായി തിളച്ച് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചായപ്പൊടിയോ അല്ലെങ്കിൽ ചായയിലയോ ഏതായാലും ചേർക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചായപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ചായപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചായപ്പൊടിയുടെ അളവൊക്കെ നമുക്ക് ചായക്ക് എത്രത്തോളം കടുപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. ചായയിലാണെങ്കിൽ നമ്മളിത് കുറച്ചും കൂടി മുൻപ് തന്നെ ചേർക്കണം കേട്ടോ. നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും തിളപ്പിച്ചുല്ലോ, ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇലയാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ സമയം തിളപ്പിക്കണം. എന്നിട്ട് ചായപ്പൊടി ചേർത്തിട്ട് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് അത് നമുക്ക് എത്രത്തോളം മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. ഇത് നമുക്കിനി കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആയിട്ടൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർത്ത് കൊടുക്കാം. പക്ഷേ തേനാണെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കരുത്. ചായ റെഡിയായതിന് ശേഷം അരിച്ചെടുത്തിട്ട് നമ്മൾ കുടിക്കുന്ന സമയത്ത് ചായയിൽ ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി. അതായത് ചായയുടെ ആ നല്ല ചൂട് മാറിയതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി. പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കതിലേക്ക് പാല് ചേർക്കാം. അപ്പോൾ ഒരു 1.5 കപ്പ് പാലാണ് കേട്ടോ ചേർക്കുന്നത്. തിളപ്പിച്ചിട്ട് നല്ല ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 1.5 കപ്പ് വെള്ളവും 1.5 കപ്പ് പാലുമാണ് ചേർത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3 കപ്പ് ചായ ഉണ്ടാവും. പാലും കൂടിയും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് 1 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് ചായക്ക് കടുപ്പും അതുപോലെ നല്ലൊരു കളറൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അതിനുശേഷം അരിച്ചെടുത്തിട്ട് 1-2 പ്രാവശ്യം ഒന്ന് വേണമെങ്കിലൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇഞ്ചിക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. നമ്മുടെ ഡൈജഷൻ ശരിയാവാനും രോഗപ്രതിരോധ ശേഷി കൂടാനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഒക്കെ ഇഞ്ചി നല്ലതാണ്. പിന്നെ ഈ തണുപ്പ് സമയത്തൊക്കെ നമ്മൾ ഇഞ്ചി ചായ കുടിക്കുകയാണെങ്കിൽ കോൾഡ് ഉള്ളവർക്കൊക്കെ തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസമാണ്. ഫിസിക്കലി മാത്രമല്ല മെൻ്റലി അതെ നല്ലൊരു റിഫ്രഷ്മെൻ്റാണ് ഈ ഒരു ഇഞ്ചി ചായ. പിന്നെ കുടിക്കാനും അതെ അടിപൊളി ടേസ്റ്റാണ്. അത് കുറേ പേരൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാവും. എന്നാലും ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്